UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഏതൊരു നടപടികളെയും എതിർക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി. ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണ CPM-ന്റെ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി സെക്രട്ടറി രാജേഷിനൊപ്പമാണ്. കഴിഞ്ഞ ദിവസം നജീബ് കാന്തപുരം MLA നമ്മളോട് ഒരു കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് CPM-നെ BJP-ക്ക് തീരെഴുതുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് രാജേഷിനോട് ചോദിക്കാം. അതായത് MLA ഉന്നയിച്ച ആരോപണം കുറിച്ച് അതിൽ അദ്ദേഹത്തിന്റെ വസ്തുത അദ്ദേഹത്തിന്റെ ആശയമായിരിക്കും അദ്ദേഹം പറഞ്ഞത്. CPM ഏരിയ സെക്രട്ടറിക്ക് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് MLA ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്ത് മറുപടിയാണ് നൽകാനുള്ളത്? അതൊരു രാഷ്ട്രീയ ആരോപണമല്ലേ, അതിനങ്ങനെയാണ് കാണേണ്ടതുള്ളൂ. അത് UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഏതൊരു നടപടികളെയും എതിർക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി. അത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നും നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ നിലയ്ക്കാണ് ഈ ആളുടെ ആരോപണത്തെ ഞാൻ കാണുന്നുള്ളൂ. ഇതിലെന്താ വെച്ചാൽ പ്രതിപക്ഷ നേതാവ് തന്നെ PMC ഒപ്പിട്ട ഘട്ടത്തിൽ പറഞ്ഞത് എന്താ, അത് ഒപ്പിടേണ്ടതാണ്, ഒപ്പിടാതിരിക്കാൻ പറ്റില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതാണ്. അതിപ്പോ പിന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവര് മാറ്റി പറയുക, അത് ഇദ്ദേഹം ഏറ്റുപിടിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത എന്താ, കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുക എന്നുള്ളത് സാങ്കേതികത്താണ്, നിയമപരമായിട്ടുള്ള കാര്യമാണ് എന്ന് കരുതി BJP ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, ഈ കേന്ദ്ര ഗവൺമെന്റിലൂടെ RSS മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ മേഖലയിലെ RSSന് അനുഗുണമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ, അതൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേരളത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനം, ഈ മന്ത്രിസഭയുടെയും ഗവൺമെന്റിന്റെ ഒക്കെ ഇതുവരെയുള്ള പ്രവർത്തനം പരിശോധിച്ചാൽ തന്നെ ദേശീയ തലത്തിൽ RSS എടുക്കുന്ന നിലപാടുകൾ, അല്ലെങ്കിൽ RSSന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളോട് പരസ്യമായി യുദ്ധം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഈ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ടാണ്. അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ, കേരളത്തിന്റെ മതനിരപേക്ഷതയെയും കേരളത്തിന്റെ ഭരണഘടനയെയും ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവര് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ചില നയങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യയിലാകെ ആ നയത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും കേരളത്തിൽ പ്രത്യേകമായി തന്നെ ബഹുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും RSSന്റെയും ഈ നയങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. അതിലാർക്കാ സംശയമുള്ളത്? അത് കേരളത്തിലെ ജനത്തിന് വളരെ പകൽ പോലെ ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഒഴിവാക്കിയിട്ടുള്ള ചില പാഠഭാഗങ്ങൾ, പ്രത്യേകിച്ച് ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ ഉൾക്കൊള്ളുന്ന ചില പാഠഭാഗങ്ങൾ, അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. അപ്പോ RSS മുന്നോട്ട് വെക്കുന്ന, അവർ ലക്ഷ്യം വെക്കുന്ന തരത്തിൽ കേരളത്തിലെ, അല്ലെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളിൽ, യുവജനങ്ങളിൽ, പുതിയ തലമുറയിൽ പിടിമുറുക്കുക, അവരുടെ ആശയം കുത്തിവെക്കാൻ വേണ്ടി ശ്രമിക്കുക, അതാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് PMCയിൽ ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് അത് കേരളത്തിൽ പകർത്താൻ കഴിയില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നല്ല പ്രതിരോധം പൊതുവിലുള്ള RSS നയങ്ങൾക്കെതിരെ, അത് ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെയുള്ള RSS നയങ്ങൾക്കെതിരെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം കൂടി, അതായത് കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ, BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, പറഞ്ഞത് ഈ സംഭവം ഇവിടെ നടപ്പാക്കുന്നത് കൂടാതെ മറ്റുള്ള കേന്ദ്രം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള NRC പോലുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ നടപ്പാക്കിയിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല എന്താ ചലഞ്ച് പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം തലത്തിൽ വന്ന് PM ശ്രീ പദ്ധതി കേന്ദ്രം എന്തൊക്കെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതെല്ലാം ഇവിടെ നടപ്പാക്കേണ്ടി വന്നാൽ ആ സമയത്ത് CPM-ന്റെ, അതുപോലെ CPM-ന്റെ ബഹുജന സംഘടനകള്, അതുപോലെ SFI, DYF എല്ലാവരും ഒരുമിച്ചുള്ള ശക്തമായ ഒരു പ്രതിരോധം ഉണ്ടാകുമെന്ന് താങ്കൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും? അല്ല, അത് നടപ്പാക്കില്ല എന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ നയവും അതല്ല. പിന്നെ അത് നടപ്പാക്കിയാൽ പ്രതിരോധം ഉണ്ടാകുമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പൊതുവിൽ
RSSന്റെ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ, ഫെഡറലിസത്തെ അതിനെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്ന ഭരണഘടന ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തെ ഒക്കെ പൊതുവിൽ ഇടതുപക്ഷവും CPIM-ഉം വർഗബോധന സംഘടനകളും ഒക്കെ എതിർത്ത് പോരുന്നുണ്ട്. അത് പൊതുവായി ഞങ്ങളുടെ ഒരു നയമാണ്. ആ നയത്തിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല. അപ്പൊ ഇതിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ആയാൽ ഇങ്ങനെ ആവില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിലൊന്നും കാര്യമില്ല. CPI ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അവരെ ബിനോയ് വിശ്വം അതുകൂടാണ്ട് അവരുടെ പല നേതാക്കന്മാരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. സർക്കാർ എടുത്തുപിടിച്ച് ഇങ്ങനെ ഒന്നും ഒപ്പിടേണ്ടിയിരുന്നില്ല എന്ന്. അപ്പൊ അവർക്കും ആശങ്ക ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അതിനുള്ള ഒരു പ്രതികരണം കൂടി താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതവര് പരസ്യമായി തന്നെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളാണല്ലോ. അത് അവരുടെ CPIയുടെ ബഹുമാനായ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്, നിങ്ങൾ ശ്രദ്ധയിലുണ്ടാവും. അതിനോട് പാർട്ടി ലീഡർഷിപ്പും മുന്നണി ലീഡർഷിപ്പും ഒക്കെ പ്രതികരണം നടത്തിയിട്ടുണ്ടല്ലോ. അത്രേ അതിലുള്ളൂ. ഏതായാലും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒപ്പ് വെച്ചു എന്നതുകൊണ്ട് RSS അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന, പ്രത്യേകിച്ച് RSS മുന്നോട്ട് വയ്ക്കുന്ന ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെയും അവരുടെ ലക്ഷ്യം കാണാനുള്ള പരിഷ്കാരങ്ങളെയും ശക്തമായി ഇടതുപക്ഷവും സംസ്ഥാന സർക്കാരും എതിർക്കും. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് യാതൊരു ആശങ്കയും വേണ്ട. ഉറച്ച നിലപാട് CPM-നുണ്ട്. അങ്ങനെയുള്ള RSS മുന്നോട്ട് വയ്ക്കുന്ന ഏതിനെയും വിദ്യാഭ്യാസ മേഖലയിലായാലും മറ്റുള്ളതിലായാലും ശക്തമായി എതിർക്കാനുള്ള സംഘടന ശക്തി CPM-നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ സർക്കാരും ഇടതുപക്ഷവും ശക്തമായി അതിനെ എതിർക്കും, ചെറുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നാണ് CPM-ന്റെ പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E രാജേഷ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും സംഭവങ്ങളൊക്കെ, വസ്തുതകളൊക്കെ യാഥാർത്ഥ്യ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല കാര്യങ്ങളിലും പ്രതിരോധം തീർക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായാൽ പോലും ജനങ്ങൾക്കൊപ്പം നിങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ CPM എന്തായാലും ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഏതായാലും ആ പ്രതീക്ഷ കൂടി അദ്ദേഹം ജനങ്ങൾക്ക് തരുന്നുണ്ട്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 18 നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത 2 and 3 ബെഡ്റൂം ഭവന സമുച്ചയം. അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ. പെൻഡിയം ഹാർമണി ഹൈറ്റ്സ്, urban elegance, elevated living. പെരിന്തൽമണ്ണ, മലപ്പുറം. പെൻഡിയം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, കാലിക്കറ്റ്, ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ.